ഫൈനലൈസ് ചെയ്യാനുള്ള തിരക്കിലായിരിക്കും. 30 സെപ്റ്റംബർ ആയിരുന്നു 31 ഡിസംബറിൽ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ടാക്സ് ഫയൽ ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസാന തീയതി. അപ്പോൾ ഇന്നലെ FTA ക്യാബിനറ്റ് ഡിസിഷനായിട്ട് അടുത്ത മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതായത് ഈ ഇൻവോയ്സിങ് നടപ്പാക്കാൻ പോവുകയാണ്. ഇത് നടപ്പാക്കാൻ പോകണമെന്നുള്ള ഉത്തരവ് മുമ്പേ വന്നിരുന്നെങ്കിലും അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിയിട്ടുള്ള ക്യാബിനറ്റ് ഡിസിഷൻസ് ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2018 വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യലായിരുന്നു ഇവിടുത്തെ UAE ടാക്സേഷൻ്റെ ആദ്യഘട്ടം. പിന്നെ കോർപ്പറേറ്റ് ടാക്സസ് ഇംപ്ലിമെൻ്റ് ചെയ്തു കഴിഞ്ഞ വർഷം. ഇതോടു കൂടിയിട്ട് ലോകത്തിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പോലെ ടാക്സിൻ്റെ സുതാര്യതയും കാര്യങ്ങളും ഇവിടെയും വേണമെന്നുള്ളത് ഒരു അന്താരാഷ്ട്ര ധാരണയുടെ മുകളിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ അടുത്ത ഘട്ടമാണ് കഴിയുന്നതും ടാക്സിലുള്ള എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ലോസസ് വരുന്നുണ്ടെങ്കിൽ അതുകൂടി കവർ ചെയ്യാൻ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ ഇൻവോയ്സിങ് നടപ്പാക്കാൻ UAE തീരുമാനിച്ചിട്ടുണ്ട്. ഇത് മറ്റെല്ലാ സ്ഥലങ്ങളിലും നടപ്പാക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മിക്കവാറും ഇപ്പോൾ സൗദിയൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പല ഘട്ടങ്ങളായിട്ട് സൗദി നടപ്പാക്കി. യൂറോപ്പിലൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള പേപാൽ മാതൃകയാണ് ഇവിടെയും യൂസ് ചെയ്യണത്. അത് സിംഗപ്പൂരും അത് യൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൽ ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സേവനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. ഈ അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡർ ത്രൂ ആണ് നമ്മളുടെ ഇൻവോയ്സ് കസ്റ്റമറിലേക്ക് ഡെലിവറി ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് B2B ആണ്. ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷനും ബിസിനസ് ടു ഗവൺമെൻറ് ട്രാൻസാക്ഷനിലുമാണ് ഇത് നടപ്പാക്കുന്നത്. അത് നടപ്പാക്കേണ്ടതിന് 2 ഘട്ടങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, 50 മില്യൺ ടേൺ ഓവറിലും അധികം ടേൺ ഓവറുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഘട്ടമാണ്. അവർ 31 ജൂലൈ 2026 മുമ്പായിട്ട് സർവീസ് പ്രൊവൈഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അവരുടെ ആദ്യത്തെ റിട്ടേൺ ജനുവരി 2007 കൂടിയിട്ടാണ് തുടങ്ങുന്നത്. 50 മില്യണിന് താഴെയാണ് ടേൺ ഓവർ വെച്ചാൽ അത് മാർച്ച് 2027 അവർ സർവീസ് പ്രൊവൈഡേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ 1/7/2027 അവരുടെ ഈ ഇൻവോയ്സിങ് തുടങ്ങും. ചെറുകിട സ്ഥാപനങ്ങളെ ഒക്കെ സംബന്ധിച്ച്, ചെറുകിട സ്ഥാപനമാണെങ്കിലും വലിയ സ്ഥാപനമായാലും ബിസിനസ് ടു ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തണ എല്ലാ എൻറ്റിറ്റികളും ഇനി ഈ ഇൻവോയ്സിങ് വഴിയാണ് ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ അവരുടെ ഇൻവോയ്സസ് അവരുടെ കസ്റ്റമേഴ്സിന് ഡെലിവറി ചെയ്യുക. അപ്പോൾ പിന്നെ സെയിൽസ് മാത്രമല്ല, അവരുടെ പർച്ചേസ് റെക്കോർഡിങ്ങും ഇതുകൊണ്ടാണ് നടക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 2018 വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ചില കമ്പനികളൊക്കെ പുതിയ നല്ല സിസ്റ്റംസൊക്കെ സെലക്ട് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തു. എന്നാൽ പല കമ്പനികളും മാനുവൽ ഇൻവോയ്സിങ് കണ്ടിന്യൂ ചെയ്യലും എക്സലിലൊക്കെ ഇൻവോയ്സിങ് ചെയ്യലും ഉണ്ടായി. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റമാണ്, വലിയൊരു മാറ്റമാണ് ഈ ഇൻവോയ്സിങ് ഇവിടെ വരണോട് കൂടിയിട്ട് നടപ്പാക്കാൻ പോകുന്നത്. ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഇൻവോയ്സിങ് എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മുടെ ഇൻവോയ്സിൻ്റെ കോപ്പി എടുത്ത് ഒരു PDF ഫയലായിട്ട് ഇമെയിൽ വഴി അയക്കലല്ല ഈ ഇൻവോയ്സിങ്. ഇത് നമ്മളുടെ FTA പറയണ ഇൻഫർമേഷൻസ് നമ്മളുടെ സർവീസ് പ്രൊവൈഡർ വഴി ആണ് നമ്മൾ FTAയിലേക്കും ഡെലിവറി ചെയ്യണത്. അതേസമയം നമ്മുടെ കസ്റ്റമർ അറേഞ്ച് അയാൾക്കും ഡെലിവറി ചെയ്യണത്. അവർ തിരിച്ച് ഒരു സപ്ലയറിൻ്റെ ഇൻവോയ്സസ് ഉണ്ടെങ്കിൽ അത് വരണതും ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ ഒരു ഇത് വഴിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ സിസ്റ്റം ഇതിന് പറ്റിയ ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധന ചെയ്യാനുള്ളൊരു സമയമാണിത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയും. അതായത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ക്യാപ്ചർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെങ്ങനെ ക്യാപ്ചർ ചെയ്യാം, അത് കംപ്ലീറ്റ് ആണോ നടക്കുന്നത്, ഇത് മുഴുവൻ ഈ സിസ്റ്റം വഴിയാണ് ഇനി ജനറേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന് അതിനെ പ്രിപ്പയർ ചെയ്യാനുള്ളത് ഇതിൻ്റെ സമയമാണ്.
അപ്പോൾ ഒരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ, അതായത് ഇൻവോയ്സിങ് മാത്രമല്ല, അതിൻ്റെ ക്രെഡിറ്റ് നോട്ട്സോ അഡ്ജസ്റ്റ്മെൻറ്റ്സോ എന്തുണ്ടായാലും ഇത് മുഴുവൻ ഈ സിസ്റ്റം വഴിയേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ എണ്ണം ആദ്യം വളരെ കുറവായിരിക്കും. അപ്പോൾ അവസാന നിമിഷത്തിലേക്ക് ഇത് വെക്കുകയാണെങ്കിൽ ഇത് വലിയൊരു റഷിലേക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അക്രഡിറ്റഡ് സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ലിസ്റ്റ് FTA പബ്ലിഷ് ചെയ്യാനോട് കൂടിയിട്ട് നമ്മളുടെ സർവീസ് പ്രൊവൈഡർ ആരാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് അയാളുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കണം. അതോടൊപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് എന്തെങ്കിലും കൺസൾട്ടൻസിൻ്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യും വേണം. എന്തെങ്കിലും സർവീസ് ഇപ്പോഴുള്ള ഇൻവോയ്സിങ്ങിൽ എന്തെങ്കിലും ഷോർട്ട് ഫോൾസ് ഉണ്ടോ എന്ന് നോക്കി അത് കണ്ടുപിടിച്ച്, അങ്ങനെ ഇൻഫർമേഷൻസ് മിസ്സിംഗ് ആണെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ഓൾമോസ്റ്റ് 50ഓളം പോയിൻറ്റ്സാണ് ഈ ഇൻവോയ്സിങ്ങിൽ FTA ആവശ്യപ്പെടുന്നത്. അത് മുഴുവൻ നമ്മുടെ സിസ്റ്റത്തിൽ ക്യാപ്ചർ ചെയ്യണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത് ആണ് പ്രാഥമികമായിട്ട് ഇതിനെ പറ്റിയിട്ട് പറയേണ്ടത്. ഇതൊരു ചേഞ്ച് എന്നുള്ളതൊക്കെ നല്ലതാണ്. സിസ്റ്റം കുറേയും കൂടിയും ഓർഗനൈസ്ഡ് ആവും, ട്രാൻസ്പാരൻ്റ് ആവും. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ഇതിൽ പിൽഫ്രേജസ് ഇല്ല. അവർക്ക് ആവശ്യപ്പെട്ട, അവർക്ക് അർഹത ഉള്ള നികുതി അവർക്ക് കിട്ടണമെന്നുള്ള ഉറപ്പാക്കാൻ ഇങ്ങനൊരു സിസ്റ്റം ആവശ്യമാണ്. ഇത് ബിസിനസ്സിനെ സംബന്ധിച്ച് ഇത് ടൈംലി ഇൻവോയ്സിങ്ങും ടൈംലി ഇൻവോയ്സ് ഡെലിവറി ആൻഡ് റിസീറ്റ് ഇതെല്ലാം ഉണ്ടാവാൻ ഇത് സഹായകരമായിരിക്കും. എല്ലാവർക്കും ഇത് ഭംഗിയായി നടപ്പാക്കാൻ പറ്റട്ടെ. എല്ലാ ബിസിനസ്സുകൾക്കും